ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യ കൂടുതൽ ഐക്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന കോൺഗ്രസിലെ ചില നേതാക്കൾ ഒഴിച്ചാൽ, രാഹുൽ ഗാന്ധി അങ്ങനെ ഒന്ന് രണ്ട് പേര്, ഖാർഗെയൊക്കെ ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ കോൺഗ്രസിലെ നേതാക്കൾക്ക് പോലും ഈ പറയുന്ന രാജ്യത്തിൻ്റെ ഇന്ന് ഭരിക്കുന്ന സർക്കാരിനൊപ്പം നിൽക്കാനാണ് ആഗ്രഹം. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ വലിയ വികസന കുതിപ്പുണ്ടാകുന്നു. ഇന്ത്യയുടെ ആയുധങ്ങൾക്ക് ആഗോള മാർക്കറ്റിൽ വലിയ വാല്യൂ ഉണ്ടാകുന്നു. അമേരിക്കയൊക്കെ ചെയ്യുന്നത് പോലെ ആഗോള മാർക്കറ്റിലേക്ക് നമ്മളുടെ ആയുധങ്ങൾക്ക് വൻ ഡിമാൻഡാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഒന്നായി തീരുകയല്ലേ ഈ സിന്ദൂരം തൊടുന്നതോടെ? ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്നൊരു വിഷയത്തിൽ ഇന്ന് ഇന്ത്യയിൽ സർക്കാരിനെതിരായിട്ടുള്ള വലിയ ക്രിറ്റിസിസം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന്, ഈ സിന്ദൂർ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിച്ച് തന്നെ, കാരണം ഈ ഒരു മതത്തിൻ്റെ ഒരു ആചാരത്തിൽ ഒരു സ്ത്രീകളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട തികഞ്ഞ പ്രൈവസിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് സിന്ദൂരം എന്ന് പറയുന്നത്. അതിനെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമായിട്ട് ഉപയോഗിച്ചു. സിന്ദൂരം മായ്ച്ചു കളഞ്ഞപ്പോൾ അതിനെ പ്രതിരോധിക്കുന്നതാണ്. അതായത് നമ്മുടെ സ്ത്രീ അതിൽ സിന്ദൂരം മായ്ച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ കൊല ചെയ്യപ്പെട്ട ആളുകളിൽ പലരും മുസ്ലിങ്ങൾ കൂടിയാണ്. അവർ സിന്ദൂരം തൊടുന്നവരല്ല. രണ്ട് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉയർന്നു വരുന്ന ആ വിമർശനം എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് പ്രധാനമായി പറയുന്നത് ഒരു മതത്തിൻ്റെ സ്ത്രീകളുടെ പ്രൈവസിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് സിന്ദൂരം എന്ന് പറയുന്നത്. അതിന് രണ്ട് സ്ത്രീകളെ, നമ്മളുടെ സൈന്യവുമായി ബന്ധപ്പെട്ട രണ്ട് സ്ത്രീകളെ, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളായിരുന്നു ഈ ഓപ്പറേഷനിൽ ലീഡർഷിപ്പ് കൊടുത്തത്. ആ സ്ത്രീകൾ മുസ്ലിങ്ങളായിരുന്നു. മനസ്സിലായോ? അവർക്ക് അവരെയും കൂടി ഈ ജാതീയമായി മതത്തിന്റെ തീവ്രവാദത്തിലേക്ക് അവരെയും കൂടി കണക്ട് ചെയ്യുക അല്ല. മത തീവ്രവാദം എന്ന് പറയുന്നത് എല്ലാ മതങ്ങൾക്കും തീവ്രവാദമുണ്ട്. ഇപ്പോൾ തീവ്രവാദികൾ എന്ന് പറയുന്ന ആളുകൾ, അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു ചോദ്യം നമ്മൾക്ക് ജനങ്ങൾക്ക് ചോദിക്കേണ്ടത്, ഈ തീവ്രവാദികൾ എവിടെ നിന്ന് വന്നു? നമ്മളിങ്ങനെ പറയുകയാണ് പാകിസ്ഥാനിൽ നിന്ന് വന്നു. ഈ പാകിസ്ഥാനിൽ നിന്ന് വരുന്നു എന്ന് പറയുമ്പോൾ ഏത് വഴിയേ വന്നു? ആരാണ് അവരിവിടെ വന്ന് അവരെന്തുകൊണ്ട് പിടിച്ചില്ല? പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച വേറൊരു വിഷയമുണ്ട്. അതായത് അവിടുത്തെ ആഭ്യന്തര അതായത് ക്രമസമാധാന നില പരിപൂർണമായും പോലീസിൻ്റെ കയ്യിലാണ്. ഈവൻ മിലിറ്ററിയുടെ കയ്യിൽ പോലുമല്ല. ഇന്ന് മിലിറ്ററിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളിൽ ഈ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന രാജ്യത്ത് നിൽക്കുന്ന ആക്റ്റുകൾ അനുസരിച്ച്, നിയമം അനുസരിച്ച് മിലിറ്ററിയുമായി ബന്ധപ്പെട്ട ഏതൊരു ഓപ്പറേഷനും ഈവൻ നമ്മുടെ വിദേശകാര്യമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ പ്രതിരോധ മന്ത്രിക്കോ ഈവൻ പ്രധാനമന്ത്രിക്കോ പോലും പുറത്ത് സംസാരിക്കാൻ യാതൊരു തരത്തിലുള്ള അവകാശവുമില്ല. മിലിറ്ററിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഒഫീഷ്യൽസ് അല്ലാതെ മിലിറ്ററിയുമായിട്ടുള്ള ഓപ്പറേഷൻസ് ഒരിക്കലും പുറത്ത് സംസാരിക്കാൻ പാടില്ലാത്തതാണ്. ഇവിടെ വിദേശകാര്യമന്ത്രി ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ട്, ജയശങ്കർ, അദ്ദേഹം ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞു, ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ പാകിസ്ഥാൻ വിദേശകാര്യ സെക്രട്ടറിയുമായിട്ട് സംസാരിച്ചിരുന്നു. ഞങ്ങൾ ഈ ഭീകരരുടെ താവളങ്ങൾ മാത്രമേ ആക്രമിക്കുള്ളൂ, നിങ്ങളുടെ സാമാന്യ ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ആക്രമിക്കില്ല എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളുടെ രാജ്യസുരക്ഷാ നിയമങ്ങൾക്കെതിരാണ്. അതായത് അതങ്ങനെ പറയാണ്. കാരണം അതൊരു സ്പൈ വർക്കാണ്. കാരണം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ആക്ഷന് അതിക്ക് മുന്നേ ആരോട്, പ്രത്യേകിച്ച് ശത്രുവിൻ്റെ ക്യാമ്പിലേക്ക് ഒരു ഇൻഫർമേഷൻ കൊടുത്തു എന്നുള്ളതാണത്. ശത്രുവിൻ്റെ ക്യാമ്പിലേക്ക് നമ്മുടെ വിദേശകാര്യ മന്ത്രി അദ്ദേഹം തന്നെ സംസാരിച്ചതാണ്. ജയശങ്കർ എന്ന് പറയുന്ന വിദേശകാര്യ മന്ത്രി പറഞ്ഞത് ഈ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് അദ്ദേഹം ഒരു കോൺഫറൻസിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചതാണ്. അത് ഈ 4 ദിവസങ്ങൾക്ക് മുന്നാണ് സംസാരിച്ചത്. ഏത് പത്രത്തിലായിരുന്നു? പത്രത്തിലല്ല, എല്ലാ ചാനലുകളിലും വന്നിട്ടുണ്ട്, പത്രങ്ങളിലും വന്നിട്ടുണ്ട്, എല്ലാം. കാരണം ഇത് ഒളിച്ചു വെച്ചൊരു കാര്യമല്ല, അദ്ദേഹം ഓപ്പൺ ആയിട്ട് പറഞ്ഞൊരു കാര്യം. അതിലൊരു രഹസ്യമുണ്ട്. അത് നമ്മളുടെ രഹസ്യ ഓപ്പറേഷനാണ്. നമ്മളുടെ ഇന്ത്യയുടെ പ്രഖ്യാപിത നയമാണ് സിവിലിയൻസിനെ ആക്രമിക്കുക. അല്ല, അതുകൊണ്ട് അത് ആദ്യം പറയുന്നത് ശത്രുവിനോടാണോ? ശത്രുവിനോട് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ എന്ത് വിഷയം ചെയ്യുന്നതാണെങ്കിലും ഇത് എവിടെയാണ് നമ്മൾ ആക്രമിക്കുന്നത് എന്നാലും അതുകൊണ്ടാണ് പറയുന്നത് നമ്മളുടെ സൈന്യത്തിന്റെ മേധാവികളല്ല. അല്ല, നിങ്ങൾ രഹസ്യമായിട്ട് സൂക്ഷിച്ചാലും പരസ്യമായിട്ട് സൂക്ഷിച്ചാലും രഹസ്യമായി സൂക്ഷിക്കണം എന്നുള്ളതാണ് രാജ്യസുരക്ഷ ആക്ടുകൾ പറയുന്ന, നിയമങ്ങൾ പറയുന്നത്. നമ്മുടെ രാജ്യത്ത് നിങ്ങൾ ഒരു രാജ്യത്തിനെ ആക്രമിക്കാൻ പോകുന്നതിന്റെ മിനിറ്റുകൾക്ക് മുൻപ് നിങ്ങളുടെ രാജ്യത്ത് നിന്ന് ഒരാൾ വിളിച്ച്, അത് അയാളൊരു മുസ്ലിം ആണെന്ന് വിചാരിക്കും,
നോക്കി, അയാൾ വിളിച്ച് അപ്പുറത്ത് പറയാണ് അല്ലല്ല അതങ്ങനെ ചെയ്യാൻ പാടില്ല. എന്റെ വിമർശനം അതാണ്. രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ പ്രകാരം വിദേശകാര്യ മന്ത്രി അത്തരത്തിൽ രാജ്യത്തെ ഒരു എനിമിയായിട്ട് നിൽക്കുന്ന ഒരു രാജ്യത്ത് അവര് നമ്മളെ ആക്രമിച്ചു എന്നാണ് നമ്മുടെ കേസ് അല്ലെ. ആ സമയത്ത് ഈ സൈന്യം അറിയാതെ, സൈന്യത്തിന്റെ ഉദ്യോഗസ്ഥരറിയാതെ നമ്മൾ വിളിച്ച് അങ്ങോട്ടേക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ യുദ്ധം എന്നുള്ള സംഭവമായാൽ അതായത് ഇന്ത്യയുടെ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരിക്കലും സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതല്ല. സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യില്ല ഇന്ത്യ, ആവശ്യമില്ല. കൃത്യമായി ഞാൻ പറഞ്ഞത് എങ്ങനെ നമ്മൾ ചെയ്യുന്നു കാര്യം പറയാൻ പാടില്ല. ഇന്ത്യൻ നിലനിൽക്കുന്ന നിയമങ്ങൾ, നമ്മുടെ ദേശീയ സുരക്ഷാ നിയമങ്ങൾ പ്രകാരം അത് സ്പൈ വർക്ക് എന്ന് പറയും. അത് സ്പൈ വർക്ക് ഇതിനകത്ത് ഞാൻ പറയട്ടെ, ഞാനും താനും ഈ ദേശത്തെ സ്നേഹിക്കുന്ന ആളല്ല. പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രി മാത്രമല്ല, എല്ലാവർക്കും ഈ രാജ്യത്തിനോട് സ്നേഹമുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, അതായത് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. ഇപ്പോഴും ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞു 24-ാം തീയതി ഉണ്ടായ സംഭവമാണ്, ഏപ്രിൽ അല്ലെ, മാസം 1 കഴിഞ്ഞു. ഇതുവരെ എവിടെയാണ് തീവ്രവാദികൾ നമ്മൾക്കറിയാമോ? ആരാണ് ആ ചെയ്തതെന്ന് അറിയാമോ? ഇതിൽ ഏറ്റവും ഇല്ലല്ല മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് കിട്ടണം. ആ മറുപടി എന്നൊക്കെ ഒഴിഞ്ഞു പോവുകയാണ്. അതായത് കൃത്യമായിട്ട് പറഞ്ഞു, അതായത് നമ്മൾ ജയശങ്കർ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. അതായത് പാകിസ്ഥാനെ നമ്മൾ അറിയിച്ചിട്ടുണ്ട് എന്താണ്, ഒരു കാരണവശാലും സിവിലിയൻ കേന്ദ്രങ്ങൾ ആക്രമിക്കില്ല. നമ്മുടെ ലക്ഷ്യം നമ്മൾ എവിടെ ആക്രമിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ലക്ഷ്യം സിവിലിയൻസ് അല്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ ലക്ഷ്യം ഒരിക്കലും പാകിസ്ഥാനിലെ സാധാരണ ജനങ്ങൾ അല്ലെന്നേ. അത് ഇന്ത്യ എല്ലാ കാലത്തും നമ്മൾ കൃത്യമായിട്ട് അമേരിക്കൻ സാമ്രാജ്യത്തിന്റെയും ട്രംപിന്റെയും ഇടപെടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ട്രംപിന്റെ താല്പര്യത്തിന് വിധേയമായി നമ്മുടെ രാജ്യത്ത് തന്നെ ഉള്ള ചില ആളുകൾ തിരുത്തി പറഞ്ഞില്ലേ, ഞാൻ അതായത് അയാൾ പറഞ്ഞു, ഞാൻ നിരന്തരം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇന്ത്യയെ പാകിസ്ഥാനുമായിട്ട് സംസാരിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ഇത് ഒത്തുതീർപ്പിലേക്ക് എത്തിയത്, സിസ്ഫയർ ഉണ്ടായെന്ന് അയാൾ പറഞ്ഞത്. അതെ, ഇന്ത്യ പറഞ്ഞു അങ്ങനെയൊന്നും നോബൽ സമ്മാനം കിട്ടണം, അതിന് വേണ്ടിയിട്ട് ഉക്രൈൻ യുദ്ധത്തിന് ഇടയ്ക്ക് പോയിട്ട് പറഞ്ഞു, ട്രംപ് പറഞ്ഞു ഞാൻ ഇടപെട്ട് എല്ലാം നിർത്തിയെന്ന്. എവിടെ വസ്തുതാവിരുദ്ധമായിട്ട് പറഞ്ഞത്. അതായത് ട്രംപ് അങ്ങനെ പറയാനുള്ള ഒരു കാരണം, ഇന്ത്യയുമായി ഒരു എഗ്രിമെന്റ് എത്താൻ, അതായത് കമ്മോഡിറ്റീസ് ഇറക്കുമതിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു എഗ്രിമെന്റിൽ എത്താൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. അമേരിക്ക കമ്മോഡിറ്റീസ്, അത് അമേരിക്കൻ കമ്മോഡിറ്റീസ് ഉണ്ട്. കാരണമുണ്ട്. എന്താണ് ഈ രാജ്യത്ത് ഇന്ത്യ പാകിസ്ഥാന്റെ പ്രതിരോധ മേഖല കംപ്ലീറ്റ് അടിച്ചു തീർത്തു. അവർക്ക് 6 വർഷമെങ്കിലും. അതെ, രാഹുൽ ഗാന്ധി ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരവില്ല. എത്ര വിമാനം നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് ചോദ്യത്തിന് ഇന്ത്യക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഈ രാജ്യത്തെ നിയമം വയലേറ്റ് ചെയ്യാൻ എവിടെ ആക്രമിക്കുന്നു പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഞങ്ങൾ നിങ്ങളുടെ സിവിലിയൻസിനെ ആക്രമിക്കില്ല എന്ന് പറഞ്ഞ ഇന്ത്യയുടെ പോളിസിയാണ്. ആക്രമിക്കുന്നു എന്ന് പറയുന്ന ഒരു സന്ദേശം, ഒരു സ്പൈ വർക്കില്ലേ ഇന്റർനാഷണൽ വാർ ലോയുടെ യുദ്ധ നിയമത്തെ, അന്താരാഷ്ട്ര യുദ്ധ നിയമത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ എവിടെ, അതായത് ഇസ്രായേൽ ഗാസയിലേക്ക് ആക്രമിക്കുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും ഇസ്രായേൽ അതോറിറ്റീസ് ഈ പറയുന്ന ആൾക്കാരെ, ഗാസയിലുള്ള മേഖലയിലുള്ള ആൾക്കാരെ അറിയിക്കാറുണ്ട് ഞങ്ങൾ എവിടെ ബോംബ് ചെയ്യാൻ പോകുന്നത്. ഇത് ഇന്റർനാഷണൽ ലോ അങ്ങനെയാണ്. ഇന്റർനാഷണൽ ലോ ഒരിടത്തും ഇന്ത്യ അങ്ങനെ ചെയ്യില്ല. ഇന്ത്യയുടേതായ നിലപാടുണ്ട്. സിവിലിയൻസിനെ അറ്റാക്ക് ചെയ്യില്ല. നമ്മൾ ഈ പറയുന്ന ടെററിസ്റ്റ് ലോഞ്ച് പാഡുകൾ അറ്റാക്ക് ചെയ്തു, അത് തകർത്തു. ഒരിടത്തും അതിനെപ്പറ്റി വൈലേഷൻ ഉണ്ടായിട്ടില്ല. ഇന്ത്യയെ പറ്റി ഒരു യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ വ്യത്യസ്തമായ പോയിന്റ്. ഞാൻ പറയുന്ന പോയിന്റ്, നമ്മളുടെ രാജ്യത്തെ രാജ്യസുരക്ഷാ നിയമങ്ങൾ പ്രകാരം ഞാൻ പറഞ്ഞ പോയിന്റ് പറഞ്ഞ് മുഴുവനാക്കാൻ സമ്മതിക്കൂ. അതായത് ഇന്ത്യയിലെ രാജ്യസുരക്ഷാ നിയമപ്രകാരം ഇന്ത്യയിലെ മിലിറ്ററി സംവിധാനത്തിന്റെ ഹെഡായിട്ടുള്ള ആളുകൾക്കല്ലാതെ ഇത്തരം കാര്യങ്ങൾ പുറത്തു പറയാനുള്ള അവകാശമില്ല. അതെ, നമ്മൾ പാകിസ്ഥാനെ നേരത്തെ അറിയിച്ചു എന്ന് കാര്യം പറയാൻ പാടില്ല.
വിദേശകാര്യമന്ത്രിയുടെ ജോലി എന്താണ്? വിദേശ രാജ്യങ്ങളുമായി ഐക്യം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രം. വിദേശത്തെ എല്ലാ ഇടപെടലും വിദേശ രാജ്യങ്ങളിലെ എല്ലാ ഇടപെടലിലും പൂർണ്ണമായിട്ടുള്ള ജോലിയാണ് ചെയ്യേണ്ടത്. അതുമല്ല, സൈന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയില് ഇന്ത്യ സൈന്യം നിയന്ത്രിക്കുന്ന രാജ്യമല്ല, രാജ്യം നിയന്ത്രിക്കുന്ന സൈന്യമാണ് ഇന്ത്യയിലുള്ളത്. ആ സൈന്യത്തിന് എന്ത് പറയണമെന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ ഗവൺമെന്റാണ്. ഗവൺമെന്റിന്റെ കീഴിലാണ് സൈന്യം. ആ തെരഞ്ഞെടുപ്പുകളിൽ നമ്മുടെ പ്രധാനമന്ത്രി എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന് പറയുന്നതിന് ഇവിടത്തെ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളെയൊക്കെ വെച്ച് അമേരിക്കയിൽ പോയി ഇപ്പൊ ശശി തരൂരിനെ പോലുള്ള ആളുകൾ പറയണത് എന്താ, ഞങ്ങൾ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറം കടന്ന് പാകിസ്ഥാൻ ഞങ്ങൾ അറ്റാക്ക് ചെയ്തു എന്നാണ് അയാൾ ഇന്നലെ പ്രസംഗിച്ചത്. അതെ, അവിടെയും പോയി പാകിസ്ഥാനെ പിന്നെയും ഞങ്ങൾ അറ്റാക്ക് ചെയ്തു, അങ്ങനൊന്നും ചെയ്യാൻ പാടില്ലല്ലോ. ഇത്തരം കാര്യങ്ങൾ പറയാൻ പാടില്ല. അതാണ് പറഞ്ഞത്. എന്താ പറയാൻ പാടില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നിയമം എനിക്കൊരു നിയമമല്ല, ഈ രാജ്യത്ത് ഒരു നിയമമേ ഉള്ളൂ. പ്രധാനമന്ത്രി അതെ അവരെന്താ പറഞ്ഞ തീവ്രവാദികളുടെ കേന്ദ്രങ്ങൾ മാത്രമേ അറ്റാക്ക് ചെയ്യുള്ളൂ എന്ന് നിങ്ങൾ ഇപ്പൊ പറഞ്ഞു. ഇത് തന്നെ തലേദിവസം വിളിച്ചിട്ട് ഇത് നമ്മൾ തീരുമാനം എടുക്കുമ്പോ ആ സമയത്ത് വിളിച്ചിട്ട് പാകിസ്ഥാനിൽ പറയാന്ന് പറഞ്ഞ സ്പൈ വർക്കല്ലേ? അതെ, കാഴ്ചപ്പാട് രാജ്യത്തെ നിയമം പറഞ്ഞതാണ്. അതായത് ഇന്ത്യ ഒരു രാജ്യത്തൊരു കമ്മ്യൂണിക്കേറ്റീവ് സ്പൈ വർക്കാണോ? അതെ, ആ രാജ്യത്തോടാണ്, എനിമി രാജ്യത്തിനോടാണ്. ആയിക്കോട്ടെ, പക്ഷേ രാജ്യത്തോട് കമ്മ്യൂണിക്കേറ്റ് നിങ്ങളുടെ സാധാരണക്കാരെ ഞങ്ങൾ കൊല്ലില്ല നമ്മുടെ മര്യാദ. ഞാൻ തന്നെ കൊല്ലാൻ തീരുമാനിച്ചു. നിങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചു. ഒരുത്തി വിളിച്ചിട്ട് എന്റെ സുഹൃത്തിനോട് പറയാം എന്നെ ഇന്ന് കൊല്ലുന്നു പറയുന്നത്. മൂന്നാമതൊരാളോടല്ല പറഞ്ഞത്, പാകിസ്ഥാനിലെ വിദേശകാര്യ മന്ത്രിയോടല്ല കമ്മ്യൂണിക്കേറ്റ്. അല്ല, ഇനി എന്നോട് തന്നെ പറഞ്ഞോട്ടു. അത് ചെയ്യാൻ നമ്മുടെ നിയമം അനുസരിച്ച് ചെയ്യാൻ പാടില്ല. ഞാനിപ്പോ നിങ്ങളുടെ വീട് ആക്രമിക്കുന്നു, നമ്മൾ രണ്ട് ശത്രുക്കളാണെന്ന് വെച്ചോളൂ. ഞാൻ ആക്രമിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ കുട്ടികളെയൊക്കെ അവിടുന്ന് മാറ്റും, ഞാൻ നിങ്ങളെ ആക്രമിക്കാൻ വരികയാണെന്ന് പറയുന്നത് എന്റെ ആ കുട്ടികളോടുള്ള മര്യാദയാണ്. മനസ്സിലായില്ല? അതാണ് ഇന്ത്യ ചെയ്തത്. ഞാൻ നിങ്ങളുടെ ഭീകരരെ ആക്രമിക്കുന്നു, നിങ്ങളുടെ സാധാരണക്കാരെ അവിടെ ഞങ്ങൾ ആക്രമിക്കുന്നില്ല എന്ന് പറയുന്നത് പോളിസിയാണ്. നിയമം എല്ലാവർക്കും ഒരുപോലെ, അത് ചെയ്തത് നിയമവിരുദ്ധമാണ് എന്നുള്ളത് തന്നെയാണ് ഇന്ത്യക്ക് നിലപാടുണ്ട്. സാധാരണക്കാരെ ഉപദ്രവിക്കില്ല. ഇന്ത്യ ദേശീയതയുണ്ട്, ഇന്ത്യക്ക് അണ്ടറിൽ, എൻ്റെ ഗവൺമെന്റ് അണ്ടറിലാണ് സൈന്യം വരുന്നത്. സൈന്യം തീരുമാനിക്കുന്ന കാര്യങ്ങളെല്ലാം നടപ്പിലാകുന്ന പ്രധാനമന്ത്രി, വിദേശകാര്യമന്ത്രി, പ്രതിരോധ മന്ത്രി, ഇവർക്കെല്ലാം ഈ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കാനും ഈ ശത്രുരാജ്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള നിയമം ഇവിടെ ഉണ്ട്. അതാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.